നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ 21ാമത്തെ വീഡിയോ ക്ലാസ്സാണ് ഇത്. നമ്മൾ ഇതിൽ നോക്കുന്നത് ഫിസിക്കൽ സയൻസിൻ്റെ ഭാഗത്ത് വരുന്ന അയിരുകളും ധാതുക്കളും കേട്ടോ. രണ്ടാമത്തെ മൊഡ്യൂൾ പറഞ്ഞിട്ടുള്ള അയിരുകളും ധാതുക്കളും എന്ന ഭാഗത്ത് റിവിഷൻ ചെയ്താലോ നമുക്ക്. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും കഴിഞ്ഞതാണ്. നമ്മൾ രണ്ടാമത് നോക്കുന്നത് അയിരുകളും ധാതുക്കളും. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 2023, 24, 25 നമ്മുടെ 10th പ്രിലിംസ് 2024, 25 എടുത്തു കഴിഞ്ഞാൽ ഇത് കയറി കഴിഞ്ഞാൽ 20 വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മുടെ 21ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ചെറിയൊരു ടോപ്പിക്കാണ് ഈ അയിരുകളും ധാതുക്കളും എന്ന് പറയുന്നത്. പക്ഷേ എങ്ങനെ പോയാലും ഒരു ക്വസ്റ്റ്യൻ എന്തുണ്ടാവും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. റീസെൻ്റ് ആയിട്ട് നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു മാർക്കിന് എങ്ങനെയായാലും ഈ അയിരുകളും ധാതുക്കളും എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ചുണ്ണാമ്പ് കല്ലിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ചുണ്ണാമ്പ് കല്ലിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. രണ്ടാമത്തെ ചോദ്യം: ആസ്ബറ്റോസ് ഉൽപ്പാദനം കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ആസ്ബറ്റോസ് ഉൽപ്പാദനം കൂടുതലുള്ള സംസ്ഥാനം ഏതാ? ആന്ധ്രാപ്രദേശാണ്. മൂന്നാമത്തെ ചോദ്യം: ജിപ്സം ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ജിപ്സം ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാ? രാജസ്ഥാനാണ്. ഓപ്ഷൻ എ ആണ്, രാജസ്ഥാനാണ്. നാലാമത്തെ ചോദ്യം: നിക്കൽ നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? നിക്കൽ നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാ? ഒഡീഷയാണ്. ഓപ്ഷൻ ബി ആണ്, ഒഡീഷയാണ്. അഞ്ചാമത്തെ ചോദ്യം: ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള പ്രദേശം ഏതാണ്? ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള പ്രദേശം ചോദിച്ചാൽ കാലാഹന്തി, കോരാപുത്ത്. ഓപ്ഷൻ സി ആണ്, കാലാഹന്തി, കോരാപുത്താണ്. ആറാമത്തെ ചോദ്യം: ഇന്ത്യയിൽ 99% ക്രോമേറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ 99% ക്രോമേറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? ഒഡീഷയാണ്. ഓപ്ഷൻ ബി ആണ്, ഒഡീഷയാണ്. ഇനി മാംഗനീസ് റിസർവുകളുടെ എണ്ണത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? മാംഗനീസ് റിസർവുകളുടെ എണ്ണത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാ? 2ാം സ്ഥാനം. ഓപ്ഷൻ എ ആണ്, രണ്ടാമതാണ്. ഇനി ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, ജപ്പാനാണ്. 9ാമത്തെ ചോദ്യം: ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവയുടെ നിക്ഷേപം കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവയുടെ നിക്ഷേപം കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, ചവറയാണ്. ഓപ്ഷൻ ഡി, ചവറയാണ്. ഈ നമ്മുടെ കേരളത്തിന്റെ തീരപ്രദേശത്ത് കണ്ടുവരുന്ന ധാതുക്കൾ ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാ? ഇൽമനൈറ്റ്, മോണോസൈറ്റ്, അതുപോലെ സിർക്കോണ്, റൂട്ടൈല്, സില്ലിമനൈറ്റ്, ഇതൊക്കെ എന്താ നമ്മുടെ കേരളത്തിന്റെ തീരത്ത് നിന്ന് കണ്ടുവരുന്ന ധാതുക്കൾ കേട്ടോ. നമ്മുടെ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതു നിക്ഷേപമാണ് ഏത്? മോണോസൈറ്റും ഇൽമനൈറ്റും കേട്ടോ. കരിമണലിൽ നിന്നാണ് ഏത് ലഭിക്കുന്നത്? മോണോസൈറ്റും ഇൽമനൈറ്റും. നമ്മുടെ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തു കൂടിയാണ് ഇൽമനൈറ്റ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി 10ാമത്തെ ചോദ്യം: കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതു നിക്ഷേപം നമ്മൾ പറഞ്ഞു ഏതാ? മോണോസൈറ്റും ഇൽമനൈറ്റും അല്ലെ? മോണോസൈറ്റും ഇൽമനൈറ്റുമാണ്. 11ാമത്തെ ചോദ്യം: അലൂമിനിയത്തിന്റെ നീല നിറമുള്ള ധാതു ആണ് ഡാഷ്. അലൂമിനിയത്തിന്റെ നീല നിറമുള്ള ധാതുവാണ് ഏതാ? നീല നിറമുള്ള ധാതുവാണ് ഏത്? ഓപ്ഷൻ ബി ആണ്, ലാപ്പിസ് ലസൂലി അല്ലെ? ഓപ്ഷൻ ബി, ലാപ്പിസ് ലസൂലി ആണ്. 12ാമത്തെ ചോദ്യം: ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? അതാണ് ധാതുക്കൾ എന്ന് അറിയപ്പെടുന്നത് അല്ലെ? ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ധാതുക്കൾ എന്നറിയപ്പെടുന്നത് അല്ലെ? ലോഹങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളാണ് ഏത്? ധാതുക്കൾ. ഈ ധാതുക്കളെ എന്തൊക്കെയായിട്ട് വേർതിരിച്ചിട്ടുണ്ട്? 2ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് ലോഹധാതുക്കൾ എന്നും അതുപോലെ അലോഹധാതുക്കൾ എന്നും കേട്ടോ. ധാതുക്കളെ 2ആയിട്ട് തിരിച്ചു. ഒന്ന് ലോഹധാതുക്കൾ, മറ്റൊന്ന് എന്താ? അലോഹധാതുക്കൾ. ഈ ലോഹധാതുക്കളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇരുമ്പിന്റെ അംശമുള്ളതും 2 ഇരുമ്പിന്റെ അംശമില്ലാത്തതും. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ധാതുക്കളെ 2ആയിട്ട് തിരിച്ചു. ഏതൊക്കെയാ? ലോഹധാതുക്കൾ എന്നും അതുപോലെ അലോഹധാതുക്കൾ എന്നും. ഈ ലോഹധാതുക്കളെ വീണ്ടും 2ആയിട്ട് തിരിച്ചു. ഒന്ന് ഇരുമ്പിന്റെ അംശമുള്ളതും മറ്റൊന്ന് ഇരുമ്പിന്റെ അംശമില്ലാത്തതും. ഇനി അലോഹധാതുക്കളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ധാതു ഇന്ധനങ്ങൾ എന്നും അതുപോലെ മറ്റു ധാതുക്കൾ എന്നും കേട്ടോ. അപ്പൊ ധാതുക്കളെ 2ആയിട്ട് തിരിച്ചു, ലോഹധാതുക്കൾ എന്നും അലോഹധാതുക്കൾ എന്നും. ഈ ലോഹധാതുക്കളെ 2ആയിട്ട് തിരിച്ചു, ഇരുമ്പിന്റെ അംശമുള്ളതും ഇരുമ്പിന്റെ അംശമില്ലാത്തതും. ഈ അലോഹധാതുക്കളെ വീണ്ടും 2ആയിട്ട് തിരിച്ചു. ഒന്ന് ധാതു ഇന്ധനങ്ങൾ എന്നും മറ്റേത് മറ്റു ധാതുക്കൾ എന്നും. ഇനി ഈ ധാതുക്കളിൽ നിന്ന് ലോഹങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നത്? രാസപ്രക്രിയ എന്നാട്ടോ. ധാതുക്കളിൽ നിന്ന് ലോഹങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നത്? രാസപ്രക്രിയ എന്നാണ്. ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ.
13ാമത്തെ ചോദ്യം, വ്യാവസായികമായിട്ട് ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് ഡാഷ്. വ്യാവസായികമായിട്ട് ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് ഏതെന്നറിയപ്പെടുന്നത്? അയിരുകൾ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ്, അയിരുകളാണ്. അപ്പോൾ എന്താ അയിരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാവസായികമായിട്ട് ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് ഇത് അയിരെന്ന് പറയുന്നത്. ഇനി 14ാമത്തെ ചോദ്യം, ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഡാഷ്. അപ്പം ഗ്യാങ് എന്താണെന്ന് ആദ്യം പഠിക്കാം അല്ലേ. നമ്മൾ പറഞ്ഞു വ്യാവസായികമായിട്ട് ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിരെന്ന് പറയും അല്ലേ. ഈ അയിരിലെ മാലിന്യങ്ങളാണ് ഗ്യാങ് എന്ന് പറയുന്നത് കേട്ടോ. അയിരിലെ മാലിന്യങ്ങളാണ് ഏതെന്ന് പറയുന്നത്? ഗ്യാങ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ, അതായത് മാലിന്യങ്ങളാണ് ഗ്യാങ് എന്ന് പറയുന്നത്. ആ മാലിന്യങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ നാം എന്തെന്ന് പറയുന്നുണ്ട്? അതാണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്, ഫ്ലെക്സ് ആണ്. ആ ഒരു കണക്ഷൻ മനസ്സിലായി നിങ്ങൾക്ക്? വ്യാവസായികമായിട്ട് ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് ഏത്? അയിരെന്ന് പറയുന്നത്. ഈ അയിരിൽ കുറേ മാലിന്യങ്ങൾ ഉണ്ടാവും. ആ മാലിന്യങ്ങൾ നമ്മൾ എന്തെന്ന് പറഞ്ഞു? ഗ്യാങ് എന്ന് പറയുന്നു. അയിരിലെ മാലിന്യങ്ങളെയാണ് ഗ്യാങ് എന്ന് പറയുന്നത്. ഈ മാലിന്യങ്ങൾ, അതായത് മാലിന്യങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഗ്യാങ് എന്ന് പറയുന്നു. ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെയാണ് ഫ്ലെക്സ് എന്ന് പറയുന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി 15ാമത്തെ ചോദ്യം, സിൻസൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? സിൻസൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? സിൻസൈറ്റ് എന്തിൻ്റെയാ? സിങ്കിന്റെ ആട്ടോ. സിങ്കിൻ്റെതാട്ടോ. ഓപ്ഷൻ സി ആണ്, സിങ്കിൻ്റെതാണ്. ഇനി 16ാമത്തെ ചോദ്യം, അയിരിലെ മാലിന്യങ്ങൾ നമ്മൾ പറഞ്ഞു. അയിരിലെ മാലിന്യങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? ഗ്യാങ് ആണ് അല്ലെ. മാലിന്യങ്ങളൊക്കെ ഗ്യാങ് ആയിട്ട് അടിഞ്ഞുകൂടുന്നു. അപ്പോൾ ഓർത്ത് നോക്കുക, അയിരിലെ മാലിന്യങ്ങൾ എന്തെന്നാ പറയുന്നത്? ഗ്യാങ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. എന്താണ് ഈ ലോഹ നിഷ്കർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലോഹ നിഷ്കർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്ന ഒരു പ്രക്രിയയെ പറയുന്നതാണ് എന്ത്? ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറയുന്നത് കേട്ടോ. എന്താ മെറ്റലർജി അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ ഘട്ടങ്ങളെയും അല്ലെങ്കിൽ ആ പ്രക്രിയകളെയും ചേർന്നിട്ട് പറയുന്ന പേരാണ് എന്ത്? ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. ഈ ലോഹ നിഷ്കർഷണത്തിന് എത്ര ഘട്ടങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 3 ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് അയിരുകളുടെ സാന്ദ്രണമാണ്. ഇങ്ങനെ രണ്ടാമത്തത് ഈ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് എന്ത് ചെയ്യുക? ലോഹത്തെ വേർതിരിക്കുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക? ലോഹത്തെ ശുദ്ധീകരിക്കുക. അങ്ങനെ 3 ഘട്ടങ്ങളാണ് ഏതിനുള്ളത്? ലോഹ നിഷ്കർഷണത്തിനുള്ളത്. പിന്നെ സാന്ദ്രണം. എന്താ ഈ സാന്ദ്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സാന്ദ്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിട്ടുള്ള അപദ്രവ്യങ്ങൾ നമ്മൾ പറയുന്നത് ഗ്യാങ് അല്ലേ. ഗ്യാങ് ആണ് അപദ്രവ്യങ്ങൾ എന്ന് പറയുന്നത്. അതിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഇത് സാന്ദ്രണം എന്ന് പറയുന്നത് കേട്ടോ. സാന്ദ്രണം എന്ന് പറയാറുണ്ട്. ആ പ്രക്രിയ പറയുന്ന പേരാണിത് സാന്ദ്രണം. ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിട്ടുള്ള അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണിത് സാന്ദ്രണം എന്ന് പറയും. ഈ സാന്ദ്രണം ചെയ്യുന്ന മാർഗങ്ങൾ ഓർത്തു നോക്കുക. ഒന്ന്, ജലപ്രവാഹത്തിൽ കഴുകിയെടുത്തിട്ട് നമുക്ക് സാന്ദ്രണം ചെയ്യാം. അതുപോലെ പ്ലവന പ്രക്രിയയിലൂടെ സാന്ദ്രണം ചെയ്യാം. അതുപോലെ കാന്തിക വിഭജനത്തിലൂടെ നമുക്ക് സാന്ദ്രണം ചെയ്യാം. ഈ 3 ഘട്ടങ്ങൾ ഈ സാന്ദ്രണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കാം. അതുപോലെ പ്ലവന പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കാം. കാന്തിക വിഭജനത്തിലൂടെ എന്ത് ചെയ്യാം? നമുക്ക് വേർതിരിച്ചെടുക്കാം. ഒന്നുകൂടി ഉണ്ട്, ലീച്ചിങ് കേട്ടോ. അത് എഴുതാൻ വിട്ടുപോയി. ലീച്ചിങ്. അങ്ങനെ 4 ഘട്ടമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സാന്ദ്രണം ചെയ്തെടുക്കാം. ഇതിൽ ഒന്നാമത്തത് എന്താ? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക അല്ലേ. എന്താ ഈ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്ന് പറയുന്നത്? അതായത് അയിര് സാന്ദ്രത കൂടിയതും അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതുമാകുന്ന സമയത്ത് സാന്ദ്രണം ചെയ്യുന്ന മാർഗമാണ് ഇത്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്ന് പറയും കേട്ടോ. അയിര് സാന്ദ്രത കൂടിയതും അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതുമാകുന്ന സമയത്ത് സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് ഇത്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താ? പ്ലവന പ്രക്രിയ. നേരെ ഓപ്പോസിറ്റ്. അതായത് അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിരിന് സാന്ദ്രത കുറഞ്ഞതുമാകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഇത്? പ്ലവന പ്രക്രിയ. അപദ്രവ്യം സാന്ദ്രത കൂടിയതും സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന രീതിയാണ് ഇത്? പ്ലവന പ്രക്രിയ. മൂന്നാമത്തെ എന്താ? കാന്തിക വിഭജനം. നമുക്കറിയായിരിക്കും എന്തായിരിക്കും കാന്തിക വിഭജനം? അയിരിന് അല്ലെങ്കിൽ അപദ്രവ്യത്തിന് ഇതിലേതെങ്കിലും ഒന്നിന് എന്ത് ചെയ്യുക? കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ വേർതിരിക്കുന്ന രീതിയാണ് ഇത്? കാന്തിക വിഭജനം. അയിരിന് അല്ലെങ്കിൽ അപദ്രവ്യത്തിന് ഏതെങ്കിലും ഒന്നിന് എന്ത് ചെയ്യുക? കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ വേർതിരിച്ചെടുക്കുന്ന രീതിയാണ് ഇത്? കാന്തിക വിഭജനം എന്ന് പറയുന്നത്. അവസാനത്തെ എന്താ? ലീച്ചിങ്. എന്താ ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു അനുയോജ്യമായിട്ടുള്ളൊരു ലായനി എടുക്കാം. ആ ലായനിയിൽ അയിര് ചേർക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് അത് ലയിക്കും.
ഈ ലയിക്കാത്ത അപദ്രവ്യങ്ങൾ ഉണ്ടാവും അല്ലേ, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അരിച്ചു മാറ്റാൻ കഴിയും. അങ്ങനെ അരിച്ചു കിട്ടുന്ന ലായനിയിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ലീച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു അനുയോജ്യമായിട്ടുള്ള ലായനിയിൽ എന്ത് ചെയ്യുക, നമ്മൾ അയിര് ചേർക്കുന്ന സമയത്ത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് ആ അയിര് എന്ത് ചെയ്യും, അതിൽ ലയിക്കും. ലയിക്കാത്ത കാര്യങ്ങളുണ്ടാവും അല്ലേ, ലയിക്കാത്ത സാധനങ്ങൾ, അതിനെ നമ്മൾ അപദ്രവ്യങ്ങൾ എന്ന് പറയും. ആ അപദ്രവ്യങ്ങൾ നമ്മൾ അരിച്ചു മാറ്റുന്നു. അങ്ങനെ അരിച്ചു കിട്ടുന്ന ലായനിയിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഇത് ലീച്ചിങ് എന്ന് പറയുന്നത്. നമ്മുടെ അലൂമിനിയത്തിന്റെ അയിരായിട്ടുള്ള നമ്മുടെ ഇതുണ്ടല്ലോ ബോക്സൈറ്റ് ഒക്കെ സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് ഇത് ലീച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ, ലീച്ചിങ് എന്ന് പറയുന്നത്. ഇനി 17ാമത്തെ ചോദ്യം, ഇൽമനൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഇൽമനൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിര? ടൈറ്റാനിയത്തിന്റെ കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, ടൈറ്റാനിയത്തിന്റെ അയിരാണ് ഏതെന്ന് പറയുന്നത് ഇൽമനൈറ്റ്. 18 അംബിബോൾ ഏത് ലോഹത്തിന്റെ അയിരാണ്? അംബിബോൾ എന്നത് ഏത് ലോഹത്തിന്റെ അയിര? അംബിബോൾ സോഡിയത്തിന്റെ കേട്ടോ. ഓപ്ഷൻ ബി ആണ്, സോഡിയത്തിന്റെ ആണ് അംബിബോൾ. 19ാമത്തെ ചോദ്യം, ഏത് ലോഹത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്? മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്, PS എത്രയോ തവണ ചോദിച്ചാണ്. ബോക്സൈറ്റ് എന്തിൻ്റെയാ? അലൂമിനിയത്തിന്റെ അല്ലെ, അലൂമിനിയത്തിന്റെ അയിരാണ് ഇത് ബോക്സൈറ്റ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി 20ാമത്തെ ചോദ്യം, സാൾട്ട് പീറ്റർ ഏത് ലോഹത്തിന്റെ അയിരാണ്? സാൾട്ട് പീറ്റർ എന്നത് ഏത് ലോഹത്തിന്റെ അയിര? സാൾട്ട് പീറ്റർ ഏത് ലോഹത്തിന്റെ അയിര? സാൾട്ട് പീറ്റർ ഓപ്ഷൻ പൊട്ടാസ്യം. ഓപ്ഷൻ ബി ആണ് പൊട്ടാസ്യം അല്ലെ, സാൾട്ട് പീറ്റർ പൊട്ടാസ്യത്തിൻ്റെതാണ്. ഇനി ഗ്യാങ് ഫ്ലക്സുമായിട്ട് പ്രവർത്തിച്ചാൽ കിട്ടുന്ന ഉൽപ്പന്നം ഏതാണ്? ഗ്യാങ് ഫ്ലക്സുമായിട്ട് പ്രവർത്തിച്ചാൽ കിട്ടുന്ന ഉൽപ്പന്നം ഏതാ? സ്ലാഗ് ആണ് കേട്ടോ. ഏതാ? സ്ലാഗ് ആണ്, സ്ലാഗ്. അപ്പോൾ ഗ്യാങ് എന്താ നമ്മൾ പറഞ്ഞതാണ്, ഫ്ലക്സും എന്താന്ന് പറഞ്ഞതാണ്. ഈ ഗ്യാങ്ങും ഫ്ലക്സും ചേർന്നാൽ കിട്ടുന്ന സംഭവമാണ് ഇത് സ്ലാഗ് എന്ന കാര്യം ഓർത്തു വെക്കുക. 22ാമത്തെ ചോദ്യം, ഏത് ലോഹത്തിന്റെ അയിരാണ് റൂട്ടൈൽ? ഏത് ലോഹത്തിന്റെ അയിരാണ് റൂട്ടൈൽ? റൂട്ടൈൽ എന്തിന്റെ അയിര? റൂട്ടൈൽ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ടൈറ്റാനിയത്തിന്റെ അയിരാണ് ഏത്? റൂട്ടൈൽ. 23 കോപ്പർ പൈററ്റിസ് ഏത് ലോഹത്തിന്റെ അയിരാണ്? കോപ്പർ പൈററ്റിസ് ഏത് ലോഹത്തിന്റെ അയിര? ഓപ്ഷൻ ഡി ആണ്, കോപ്പറിന്റെ അയിരാണ് ഏത്? കോപ്പർ പൈററ്റിസ്. 24 ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്? ഏത് ലോഹത്തിന്റെ അയിര കലാമിൻ എന്ന് പറയുന്നത്? സിങ്കിന്റെ അല്ലെ, സിങ്കിന്റെ അയിരാണ് ഏത്? കലാമിൻ. 25 ക്രയോലൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ക്രയോലൈറ്റ് ഏത് ലോഹത്തിന്റെ അയിര? ഓപ്ഷൻ എ ആണ്, അലൂമിനിയത്തിന്റെ അയിരാണ് ഏത്? ക്രയോലൈറ്റ്. 26 സെറൂസൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? സെറൂസൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിര? ഓപ്ഷൻ സി ആണ്, ലെഡിന്റെ അയിരാണ് ഏത്? സെറൂസൈറ്റ്. 27 ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈററ്റിസ് എന്നിവ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈററ്റിസ് എന്നിവ ഏത് ലോഹത്തിന്റെ അയിര? ഓപ്ഷൻ ഡി ആണ്, അയൺ അല്ലെ, ഇരുമ്പിന്റെ അയിരാണ് ഏതെന്ന് പറയുന്നത്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അതുപോലെ അയൺ പൈററ്റിസ്. 28ാമത്തെ ചോദ്യം, ഏത് ലോഹത്തിന്റെ അയിരാണ് ഫ്ലൂർസ്പാർ? ഏത് ലോഹത്തിന്റെ അയിരാണ് ഫ്ലൂർസ്പാർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, കാൽസ്യത്തിന്റെ അയിര അല്ലെ. ഓപ്ഷൻ ബി കാൽസ്യത്തിന്റെ അയിരാണ് ഏത്? ഫ്ലൂർസ്പാർ. 29 കാർണലൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കാർണലൈറ്റ് എന്തിൻ്റെയാ? ഓപ്ഷൻ എ ആണ്, പൊട്ടാസ്യം അല്ലെ. കാരണം ഒരു പൊട്ടനാന്ന് ഓർത്തു വെച്ചോ. കാർണലൈറ്റ് പൊട്ടാസ്യത്തിന്റെ അയിരാണ്. 30ാമത്തെ ചോദ്യം, സിൽവിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? സിൽവിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിര? ഓപ്ഷൻ ബി ആണ്, പൊട്ടാസ്യത്തിന്റെ അയിരാണ് ഏത്? സിൽവിൻ എന്ന് പറയുന്നത്. പൊട്ടാസ്യം, സിൽവിൻ. 31 ബൊറാക്സ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ബൊറാക്സ് എന്നത് ഏത് ലോഹത്തിന്റെ അയിര? ബൊറാക്സ് ഓപ്ഷൻ എ ആണ്, സോഡിയത്തിന്റെ അയിരാണ് ഏത്? ബൊറാക്സ്. 32 ഏത് ലോഹത്തിന്റെ അയിരാണ് ചിലി സാൾട്ട്? ഏത് ലോഹത്തിന്റെ അയിരാണ് ചിലി സാൾട്ട് എന്ന് പറയുന്നത്? ഓപ്ഷൻ സി സോഡിയത്തിന്റെ അയിരാണ് ഏത്? ചിലി സാൾട്ട്. 33 ഏത് ലോഹത്തിന്റെ അയിരാണ് റോക്ക് സാൾട്ട് എന്തിന്റെ അയിര? റോക്ക് സാൾട്ട്. ഓപ്ഷൻ എ ആണ്, സോഡിയം അല്ലെ, സോഡിയമാണ് റോക്ക് സാൾട്ട്. 34 പെൻലാൻഡൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? പെൻലാൻഡൈറ്റ് എന്തിന്റെ? ഓപ്ഷൻ എ ആണ്, നിക്കൽ ആട്ടോ, നിക്കലാണ്. പെൻലാൻഡൈറ്റ് എന്തിന്റെ? നിക്കലിന്റെയാണ്. 35 പെട്രോനൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? പെട്രോനൈറ്റ് ഏതാ? ഓപ്ഷൻ സി ആണ്, വനേഡിയം കേട്ടോ. വനേഡിയത്തിന്റെ അയിരാണ് ഇത് പെട്രോനൈറ്റ്. 36ാമത്തെ ചോദ്യം, ഏത് ലോഹത്തിന്റെ അയിരാണ് പൈറോലുസൈറ്റ്? ഏത് ലോഹത്തിന്റെ അയിരാണ്
പൈറോലുസൈറ്റ്. ഓപ്ഷൻ എ ആണ് മാംഗനീസിൻ്റെ കേട്ടോ, മാംഗനീസിൻ്റെ അയിരാണ് ഇത് പൈറോലുസൈറ്റ്. 37 ടിങ്കൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ടിങ്കൽ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിര? ഓപ്ഷൻ എ ആണ് ബോറോൺ കേട്ടോ, ബോറോണിൻ്റെ അയിരാണ് ഇത് ടിങ്കൽ. 38 സ്റ്റിബനൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സ്റ്റിബനൈറ്റ് എന്തിൻ്റെയാ? ഓപ്ഷൻ ബി ആണ് ആൻറ്റിമണിയുടെ അയിരാണ് ഏത്? സ്റ്റിബനൈറ്റ്. 39 ബിസ്മത്ത് അറൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബിസ്മത്ത് അറൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഏതാ? സ്വർണത്തിൻ്റെ അയിരാണ് ഏത്? ബിസ്മത്ത് അറൈറ്റ്. 40ാമത്തെ ചോദ്യം, മെർക്കുറിയുടെ പ്രധാന അയിരാണ് ഡാഷ്. മെർക്കുറിയുടെ പ്രധാനപ്പെട്ട അയിരാണ് ഡാഷ്. ഏതാ? ഓപ്ഷൻ എ ആണ് സിന്നബാർ കേട്ടോ, ഓപ്ഷൻ എ സിന്നബാർ. മെർക്കുറിയുടെ അയിരാണ് ഇത് സിന്നബാർ. 41 ചാൽക്കോലൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ചാൽക്കോലൈറ്റ് എന്തിൻ്റെ അയിര? കോപ്പറിൻ്റെ അയിര കേട്ടോ, കോപ്പറിൻ്റെ അയിരാണ് ഇത് ചാൽക്കോലൈറ്റ്. ഓപ്ഷൻ എ ആണ് ചാൽക്കോലൈറ്റ്. 42ാമത്തെ ചോദ്യം, തോറിയത്തിൻ്റെ അയിര ഏതാണ്? തോറിയത്തിൻ്റെ അയിര ഏതാ? ഓപ്ഷൻ സി ആണ് മോണോസൈറ്റ് കേട്ടോ, തോറിയത്തിൻ്റെ അയിരാണ് ഇത് മോണോസൈറ്റ്. 43ാമത്തെ ചോദ്യം, കാസിറ്ററൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കാസിറ്ററൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിര? ഓപ്ഷൻ സി ആണ് ടിന്നിൻ്റെ അയിരാണ് ഏത്? കാസിറ്ററൈറ്റ്. ടിന്നിൻ്റെ അയിരാണ് ഏത്? കാസിറ്ററൈറ്റ്. 44 ഏത് ലോഹത്തിൻ്റെ അയിരാണ് ജിപ്സം എന്ന് പറയുന്നത്? ഏത് ലോഹത്തിൻ്റെ അയിരാണ് ജിപ്സം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ് കാൽസ്യത്തിൻ്റെ അയിരാണ് ഏത്? ജിപ്സം എന്ന് പറയുന്നത്. 45 ഡോളമൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഡോളമൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിര? ഓപ്ഷൻ ബി ആണ് മഗ്നീഷ്യത്തിൻ്റെ അയിരാണ് ഏത്? ഡോളമൈറ്റ്. 46 മാഗ്നസൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? മാഗ്നസൈറ്റ് എന്തിൻ്റെയാ? മഗ്നീഷ്യം മാഗ്നസൈറ്റ്. 47 യുറേനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് ഏതാണ്? യുറേനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് ഏതാ? ഓപ്ഷൻ സി ആണ് പിച്ച് ബ്ലൈൻഡ് ആണ്, ഓപ്ഷൻ സി പിച്ച് ബ്ലൈൻഡ്. യുറേനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് ഇത് പിച്ച് ബ്ലൈൻഡ്. 48 മാലക്കൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? മാലക്കൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിര? മാലക്കൈറ്റ്. മാല എന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്? കോപ്പർ കൊണ്ടാട്ടോ, ഓർത്തു വെക്കുക. കോപ്പിലെ മാല എന്നായിട്ട് ഓർത്തു വെച്ചോ. മാലക്കൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിര? കോപ്പറിൻ്റെ ആണ്. 49 ലെഡിൻ്റെ പ്രധാനപ്പെട്ട അയിര ഏതാണ്? ലെഡിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് ഏത്? ഗലീന കേട്ടോ, ഓപ്ഷൻ എ ഗലീനയാണ്. ലെഡിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് ഏത്? ഗലീന. 50 ലിത്താർജ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ലിത്താർജ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിര? ലെഡിൻ്റെ അയിരാണ് ഏത്? ലിത്താർജ്. 51 ഇരുമ്പ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള അയിര് ഏതാണ്? ഇരുമ്പ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള അയിര് ഏതാ? മാഗ്നറ്റൈറ്റ് കേട്ടോ, ഏതാ? മാഗ്നറ്റൈറ്റ് ആണ്. ഇരുമ്പ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള അയിരാണ് ഏത്? മാഗ്നറ്റൈറ്റ്. ഇനി 52ാമത്തെ ചോദ്യം, വ്യാവസായികമായിട്ട് ഇരുമ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയിര് ഏതാ? വ്യാവസായികമായിട്ട് ഇരുമ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയിര് ഏതാ? അത് ഹെമറ്റൈറ്റ് ആട്ടോ, ഹെമറ്റൈറ്റ് ആണ്. അപ്പോൾ ഇരുമ്പ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള അയിര് ചോദിച്ചാൽ ഏതാ? മാഗ്നറ്റൈറ്റ് ആണ്. വ്യാവസായികമായിട്ട് ഇരുമ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയിര് ചോദിച്ചാൽ ഏതാ? അത് ഹെമറ്റൈറ്റുമാണ്.